നമസ്കാരം. ഇവർക്ക് ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുമ്പോൾ ഹിന്ദു ന്യൂസ് പേപ്പർ ആർട്ടിക്സ് ആണ്. ന്യൂസ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് 4 ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് ആണുള്ളത്. ഫസ്റ്റ് ആർട്ടിക്കിൾ ഹിന്ദുവിന്റെ ബിസിനസ് ലൈൻ എഡിഷനിൽ വന്നിരിക്കുന്ന ആർട്ടിക്കിളാണ്. ഡയറക്ട് ടാക്സ് കളക്ഷൻസ് ഫോർ ദ ഫിനാൻഷ്യൽ 2025 എന്നുള്ളതാണ് ആർട്ടിക്കിൾ ഹെഡ്ലൈൻ ആയിട്ട് വന്നിരിക്കുന്നത്. ഇവിടെ ഫിനാൻഷ്യൽ നമ്മുടെ 24-25 നമ്മൾ ഫിനാൻഷ്യൽ കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനിയിപ്പോൾ 2 മാസം കൂടി ഉണ്ട്. എനിവേ ഈ പറഞ്ഞ പോലെ പക്ഷേ ഇത്രയും കംപ്ലീറ്റ് ആയ ഓൾമോസ്റ്റ് ഒരു 10 മന്ത്സിന്റെ ഈ പറഞ്ഞ പോലെ ഒരു ഡയറക്ട് ടാക്സ് കളക്ഷൻസ് ഡേറ്റ നമുക്ക് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് തീർച്ചയായിട്ടും ഒരു ഗ്രോത്ത് കാണുന്നുണ്ട്. മുൻകാല വർഷങ്ങളെ അപേക്ഷിച്ച് ഡയറക്ട് ടാക്സിൽ നിന്നുള്ള കളക്ഷൻസ് ഗവൺമെന്റ് വർദ്ധിച്ചിട്ടുണ്ട്. അതൊക്കെ എന്തൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള റിഫ്ലക്ഷൻസ് ആയിരിക്കും ഗവൺമെന്റിനകത്ത് ഉണ്ടാക്കാൻ സാധിക്കുന്നുള്ള തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പോയിന്റിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. എനിവേ ഇത് ടാക്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നതാണ്. ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 എക്കണോമിയുടെ പെർസ്പെക്റ്റീവിലായിരിക്കും ഈ ഒരു ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ടോപ്പിക്കും ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിൽ വന്നിരിക്കുന്ന ആർട്ടിക്കിളാണ്. സ്പെഷ്യലി എഡിറ്റോറിയൽ പേജിൽ വന്നിരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ്. സൈഡ് എഡിറ്റോറിൽ വന്നിരുന്ന ആർട്ടിക്കിളാണ്. ദ ജനറൽ സ്റ്റഡീസ് പേപ്പർ ടു ഇന്ത്യൻ പൊളിറ്റിയുടെ പെർസ്പെക്റ്റീവിലായിരിക്കും നമ്മൾ പഠിക്കുന്നത്. ബിക്കോസ് ഈ ഒരു ആർട്ടിക്കിൾ ഡേറ്റ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഓക്കെ, ഡിജിറ്റൽ പ്രൊട്ടക്ഷൻ, ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ റൂൾസ് 2025 എന്നുള്ളതാണ് ആർട്ടിക്കിൾ ഹെഡ്ലൈൻ. അതിന്റെ ഡ്രാഫ്റ്റ് റൂൾസ് ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഓൾറെഡി നമ്മൾ ടെക്സ്റ്റ് ബുക്കുകൾ അല്ലെങ്കിൽ ഇതിന് മുമ്പത്തെ പത്രങ്ങളിലൊക്കെ നിങ്ങൾ ഒരു പക്ഷേ വായിച്ചിട്ടുണ്ടാവും ഈ ഡിജിറ്റൽ ഡാറ്റ പ്രൊട്ടക്ഷൻ എന്താണെന്ന് ബന്ധപ്പെട്ട്. ഏകദേശം പറയുകയാണെങ്കിൽ 16 മാസങ്ങൾക്ക് മുമ്പ് 16 മന്ത്സിന് മുമ്പാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട് നമ്മുടെ നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആക്ട് വന്നതിന് ശേഷം അതിനകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്നുള്ളത്. എനിവേ ആ ആക്ടിൽ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയായിരിക്കും ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത് എന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റൂൾസ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പം ആക്ട് വന്നുകൊണ്ട് കംപ്ലീറ്റ് ആയില്ല. ആക്ടിൽ പറയുന്ന കാര്യങ്ങൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും എന്ന് നമ്മളോട് പറഞ്ഞു നൽകുന്നതാണ് ഈ റൂൾസ് എന്നുള്ളത്. ഇതിൽ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കേണ്ടത് ഡ്രാഫ്റ്റ് റൂൾസ് ആണ്. വിച്ച് മീൻസ് ഇതിനകത്ത് ചേഞ്ചസ് പോസിബിൾ ആണ്. ഇപ്പം ഗവൺമെന്റ് വെബ്സൈറ്റിൽ ഇത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ കുറച്ച് ദിവസം കൂടെ ആ വെബ്സൈറ്റിൽ ഉണ്ടാവും. പൊതുജനങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതൊക്കെ നോക്കിയിട്ട് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടവയാണ് എങ്കിൽ മാറ്റിയായിരിക്കും ഒഫീഷ്യൽ റൂൾസ് പിന്നീട് പബ്ലിഷ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഡ്രാഫ്റ്റ് റൂൾസ് ആയതുകൊണ്ട് തന്നെ അതിന് ഓരോ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കി പോകേണ്ട കാര്യമില്ല. ബിക്കോസ് അതായിരിക്കത്തില്ല ഒരുപക്ഷെ പരീക്ഷയിലേക്ക് ആ ഒരു സമയത്തേക്ക് ചിലപ്പോൾ വരിക. കാരണം ഡ്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ ചേഞ്ചസ് പോസിബിൾ ആണ്. വൺസ് അത് ഫൈനലൈസ് ആയതിനു ശേഷം വിശദമായിട്ട് അതിനകത്ത് കാര്യങ്ങൾ പഠിക്കണം. ബട്ട് ഇപ്പൊ നമ്മൾ നിലവിൽ ഈ ഒരു ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുമ്പോൾ എന്താണ് ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് നോക്കണം. പിന്നെ ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്ന റൂൾസിനകത്തെ മേജർ പ്രൊവിഷൻസ് നമുക്ക് കൃത്യമായിട്ട് പരിശോധിക്കണം. കാരണം എനിവേ ഈ പറഞ്ഞ എന്തെങ്കിലും ചേഞ്ചസ് ഇല്ല എങ്കിൽ, മേജർ പ്രൊവിഷൻസിനകത്ത് ചേഞ്ചസ് ഒന്നും ഇല്ല എങ്കിൽ നമ്മൾ അന്നേരത്തേക്ക് കുറച്ചുകൂടെ ആ ഒരു വാർത്ത വീണ്ടും കാണുമ്പോഴേക്കും നമുക്ക് പഠിച്ച് മനസ്സിലാക്കാനായിട്ട് എളുപ്പമുണ്ടായിരിക്കും. ഓക്കെ, ആ ഒരു ടോപ്പിക്ക് നമുക്ക് നോക്കേണ്ടതുണ്ട്. ദെൻ മൂന്നാമത്തെ ടോപ്പിക്കും നാലാമത്തെ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രിലിംസ് ബേസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. കാരണം ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ അധികം മെയിൻസ് റിലേറ്റഡ് വാർത്തകൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കൂടുതൽ പ്രിലിംസിൽ ആർട്ടിക്കിൾസും വന്നിരിക്കുന്നത്. മൂന്നാമത്തെ ആർട്ടിക്കിൾ ബാക്ടീരിയ ക്രൗഡ് ടോക്സിൻസ് എന്നാണ്. ഈ പറഞ്ഞ പോലെ പുതിയ ഈ പറഞ്ഞ സയന്റിസ്റ്റുകൾ പുതിയ 2 ബാക്ടീരിയസിനെ കുറിച്ച് ഒരു പഠനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സോയിലുള്ള ടോക്സിൻസിനെ ഈ പറഞ്ഞ പോലെ ബ്രേക്ക് ഡൗൺ ചെയ്ത് പ്ലാന്റ്സിനെ യൂസ്ഫുൾ ആക്കി മാറ്റുന്ന കുറച്ച് ബാക്ടീരിയസിനെ കുറിച്ച് ഒരു വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് നമുക്ക് ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 എക്കോളജിയുടെയും അതേപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 സയൻസിന്റെ പെർസ്പെക്റ്റീവിലും പറയാൻ പറ്റുന്ന ഒരു ആർട്ടിക്കിൾ കൂടിയാണത്. പിന്നെ ഫോർത്ത് ടോപ്പിക് മഹാകുംഭമേളയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇപ്പൊ ഈ വർഷം നമ്മുടെ ഈ പറഞ്ഞ മഹാകുംഭമേള നടക്കുകയാണ്. മഹാകുംഭമേള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 വർഷങ്ങൾ കൂടുമ്പോൾ നടക്കുന്നതാണ് ഈ മഹാകുംഭമേള എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും നമുക്ക് കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ്. പ്രിലിംസിൻ പെർസ്പെക്റ്റീവിൽ തന്നെ നമുക്കത് പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ ഇത്രയും ടോപ്പിക്സ് പഠിച്ചതിന് ശേഷം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു മോഡൽ MCQ പ്രിലിംസ് MCQ സോൾവ് ചെയ്തായിരിക്കും നമ്മൾ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ടൈം കളയാണ്ട് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, so first topic, direct tax mop-up may surpass budget estimates by 80,000 crore rupees എന്നുള്ളതാണ് ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് മാറിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് അതിനകത്ത് ബിസിനസ് ലൈൻ മാഗസിനിലെ ഫ്രണ്ട് പേജിൽ ഉണ്ടായിരുന്ന ഒരു ആർട്ടിക്കിളാണ്. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്രിലിംസിൻ പെർസ്പെക്റ്റീവിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ ആ വാർത്തയുടെ മെയിൻ പോയിന്റ് നമുക്ക് നോക്കാം. നിലവിൽ ഈ പറഞ്ഞ പോലെ ഏകദേശം ഇനി 2 മാസം കൂടി ഉണ്ട് നമുക്ക് ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ പൂർത്തിയാക്കാനായിട്ട്. ഇനി ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഗവൺമെന്റ് പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതലും ഈ പറഞ്ഞ ഒരു പക്ഷേ ഡയറക്ട് ടാക്സ് കളക്ഷൻസ് കിട്ടിയേക്കുമെന്നുള്ളതാണ് വാർത്തയിൽ വന്നിരിക്കുന്നത്. കാരണം ഈ ഒരു ബഡ്ജറ്റിനകത്ത് 2024-25 ബഡ്ജറ്റ് നമ്മൾ ഈ വർഷം ഫെബ്രുവരിയിൽ അവതരിപ്പിച്ചായിരുന്നല്ലോ. ഈ ബഡ്ജറ്റിനകത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ ബഡ്ജറ്റ് പ്രസന്റഡ് ഇൻ ജൂലൈ നെറ്റ് ഡയറക്ട് ടാക്സ് കളക്ഷൻസ് അറ്റ് 22.07 lakh rupees ഫോർ ഫിനാൻഷ്യൽ 25 ആണ്. ഈ വർഷത്തെ 2025 ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ പ്രതീക്ഷിച്ച് 22.07 ലക്ഷം കോടി രൂപയാണ് ഡയറക്ട് ടാക്സിന് നെറ്റ് ഡയറക്ട് ടാക്സിന് നമ്മൾ കളക്ട് ചെയ്യുന്ന പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ തന്നെ ഏകദേശം പറയുവാണെങ്കിൽ 19.60 ലക്ഷം രൂപ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഓവർ ദ ഫുൾ ഇയറിൽ നമ്മൾ പ്രതീക്ഷിച്ചത് ഒരു ഗ്രോത്ത് റേറ്റ് മുൻകാല വർഷങ്ങളെ അപേക്ഷിച്ച് ഒരു ഗ്രോത്ത് റേറ്റ് 12.6% ഇപ്പോഴത്തെ കണക്കുകൾ നോക്കുമ്പോൾ തന്നെ ഡയറക്ട് ടാക്സിൽ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് ഓവർ 20% ആയിട്ടുണ്ട്. വിച്ച് മീൻസ് നമുക്ക് ഒരുപാട് ഈ പറഞ്ഞ പോലെ കൂടുതൽ ഡയറക്ട് ടാക്സ് കളക്ഷൻസ് കിട്ടാനായിട്ടുള്ള ഒരു സാധ്യത ഇവിടെ കൂടുതലായിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടത് ഈ വർഷത്തെ ഈ പറഞ്ഞ പോലെ
നമ്മുടെ ടാക്സ് ബോയൻസിയുടെ നോക്കുമ്പോഴേക്കും ടാക്സ് ബോയൻസി റേറ്റുകൾ ഞാൻ അത് എന്തൊക്കെയാണെന്നുള്ള വിശദമായിട്ട് പറഞ്ഞുതരാം. പക്ഷേ ടാക്സ് ബോയൻസിയുടെ റേറ്റ് നോക്കുമ്പോഴേക്കും അതിനകത്തൊരു റിഡക്ഷൻ ആണ് കണ്ടുവരാനായിട്ട് ചാൻസസ് ഉള്ളത്. അപ്പൊ എനിവേ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ കൃത്യമായിട്ട് എന്താണ് ടാക്സ് ബോയൻസി എന്നുള്ള കാര്യമൊക്കെ നോക്കണം. കാരണം അതൊക്കെ നമുക്ക് പ്രിലിംസിന് വളരെയധികം പ്രാധാന്യമായിട്ട് മാറിയേക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ ഓട്ടോമാറ്റിക്കലി പഠിക്കുന്നതാണ്, ഈ പറഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതാണ് ഗവൺമെന്റ് ഈ പറഞ്ഞ പോലെ ഡെഫിസിറ്റ് എന്ന് പറയുമ്പോഴേക്കും എക്സ്പെൻഡിച്ചർ മൈനസ് റെസീപ്റ്റ്സ് ആണ് അല്ലേ. നമ്മൾ വരുമാനത്തിനെയാണ് ഈ പറഞ്ഞ പോലെ എക്കണോമിയിലെ റെസീപ്റ്റ്സ് എന്ന് ബേസിക്കലി സൂചിപ്പിക്കുന്നത്. അപ്പോൾ എക്സ്പെൻഡിച്ചർ ചെലവ് കൂടുകയും വരുമാനം അതിനനുസരിച്ച് വരുന്നു ഇല്ലെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ഡെഫിസിറ്റ് ഉണ്ടാവും. അപ്പം ഇന്ത്യയെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു വെൽഫെയർ കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു രാജ്യമായതുകൊണ്ട് തന്നെ നമുക്ക് മിക്ക സമയങ്ങളിലും ഡെഫിസിറ്റ് ആയിട്ടാണ് ബഡ്ജറ്റ് റിഫ്ലക്ട് ചെയ്യാറുള്ളത്. അപ്പം ഈ വർഷമാണെങ്കിൽ ഗവൺമെന്റ് കണക്കാക്കിയിരുന്ന ബഡ്ജറ്റ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത് 4.9%, വിച്ച് മീൻസ് ഈ പറഞ്ഞ പോലെ 100 രൂപയാണ് നമ്മൾ എക്സ്പെൻഡിച്ചർ കണക്കാക്കുന്നതെങ്കിൽ ഓൾമോസ്റ്റ് പറയുവാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി പറഞ്ഞ പോലെ 95 രൂപയായിരുന്നു നമുക്ക് വരുമാനം കിട്ടിയിരുന്നു. 4.9 അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 5 രൂപയാണ് നമ്മൾ ഡെഫിസിറ്റ് ആയിട്ട് പൊതുവായിട്ട് കടമെടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ വാർത്തയിൽ നമ്മൾ എന്താ ഒന്നുകൂടി ശ്രദ്ധിച്ച് ആ ഒരു ടാക്സിന്റെ കളക്ഷൻസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ടാക്സിന്റെ കളക്ഷൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദർ ഇസ് എ പോസിബിലിറ്റി ദാറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത എക്സ്പെൻഡിച്ചർ 100 രൂപ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത വരുമാനമായ 95 എന്നുള്ളത് മേ ബി ഒരു 96ലേക്ക് ഉയരാനുള്ള സാധ്യതയുണ്ട്. 96ലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ ഈ ഡെഫിസിറ്റ് എന്ന് പറയുന്ന 5-ൽ നിന്നും ഇതിലേക്ക് ലോവർ ആകാം, 4ലേക്ക് ലോവർ ആയേക്കാം. ഇതുമൂലം ഒരുപാട് ഇംപ്ലിക്കേഷൻസ് ഉണ്ട്. ഒരുപാട് പോസിറ്റീവ് എഫക്റ്റുകൾ ഉണ്ട്. വിച്ച് മീൻസ് ഗവൺമെന്റ് ഒരുപാട് ബോറോ ചെയ്യേണ്ട എന്ന് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് പൈസ മറ്റ് ആവശ്യങ്ങൾക്കായിട്ട് പൊതുജനങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അല്ലെങ്കിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഫണ്ട് മുഴുവൻ ആര് ബോറോ ചെയ്തുകൊണ്ട് പോകും? ഗവൺമെന്റ് ബോറോ ചെയ്തിട്ട് പോകും. ഇപ്പൊ ലിമിറ്റഡ് ഫണ്ട് ആയിരിക്കും നോർമലി മാർക്കറ്റിൽ ഉണ്ടാവുക. അപ്പൊ അതിനെ ചേസ് ചെയ്ത് ഒരുപാട് പേര് ഫണ്ടിന് ആവശ്യമായിട്ട് വരുമ്പോഴേക്കും മാർക്കറ്റിലെ പലിശ നിരക്കുകളൊക്കെ ഉയർന്നു നിൽക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഇവിടെ ഗവൺമെന്റ് ബോറോയിങ്സ് കുറയുന്നു എന്ന് പറയുമ്പോഴേക്കും മാർക്കറ്റിൽ ധാരാളം ഫണ്ടുകൾ ഇനി പൊതുജനങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫണ്ട് ഒരുപാട് ഉള്ളത് കൊണ്ട് തന്നെ പലിശ നിരക്കുകൾ അതിനനുസരിച്ച് കുറഞ്ഞേക്കാം എന്നുള്ള സൂചനയുണ്ട്. പലിശ നിരക്കൊക്കെ കൂടി നിൽക്കുമ്പോഴേക്കുമാണ് നമ്മൾ ക്രൗഡിംഗ് ഔട്ട് ഫിനോമിന പോലുള്ള പ്രശ്നങ്ങൾ കാണുന്നു. ഇവിടെ ഫണ്ട് ആവശ്യത്തിന് കിട്ടിയേക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ ക്രൗഡിംഗ് ഔട്ട് ഫിനോമിന വേണമെങ്കിൽ നമുക്ക് തള്ളിക്കളയാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതേപോലെ വേണമെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയർ കൂടി ഉണ്ടെങ്കിൽ ഒരുപാട് ഫണ്ടുകൾ ഇന്ത്യയിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. വിച്ച് മീൻസ് ദർ ഇസ് എ പോസിബിലിറ്റി ഫോർ ക്രൗഡിംഗ് ഇൻ എഫക്ട്. ക്രൗഡിംഗ് ഇൻ എന്ന് പറയുമ്പോഴേക്കും ഇന്ത്യയിലേക്ക് ഒരുപാട് ഫണ്ടുകൾ വരുന്നൊരു സാധ്യത. അപ്പം ഇങ്ങനെ ഒരു ഇംപ്ലിക്കേഷൻസ് ഗവൺമെന്റ് ബോറോയിങ്സ് പുറകിൽ ഉണ്ട് എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ഇതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട് ഗവൺമെന്റ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് നിലവിലെ 4.9-ൽ നിന്നും കുറഞ്ഞേക്കാം എന്നുള്ളൊരു സൂചനയുണ്ട്. ബിക്കോസ് എന്തുകൊണ്ടാണ് ഇവിടെ ടാക്സ് എന്നുള്ള വരുമാനം ഗവൺമെന്റ് കൂടിയേക്കാം എന്നുള്ളൊരു പോയിന്റ് കാരണം. ഇനി അതുപോലെ തന്നെ ഇപ്പോൾ ടാക്സ് എന്നുള്ള വരുമാനം കൂടാൻ കാരണമായിട്ട് പറഞ്ഞിരിക്കുന്നതും കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് വേറൊന്നുമില്ല, ഈ റീസൺസ് ആയിട്ട് പറയുന്ന റൈസ് ഇൻ കളക്ഷൻസ് ഇറ്റ് ഇസ് ബിലീവ്ഡ് ദാറ്റ് ഇൻക്രീസ് ഓഫ് കംപ്ലയൻസ് ആൻഡ് ദ യൂസ് ഓഫ് ടെക്നോളജി ഹാവ് എയ്ഡഡ് ദ എക്സസൈസ്. അതായത് നമുക്കിപ്പോൾ നിലവിലാണെങ്കിൽ നമുക്കറിയാം പണ്ട് കാലങ്ങളിൽ നമ്മൾ ഇൻകം ടാക്സ് ഒക്കെ ഫയൽ ചെയ്യണമെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ നേരിട്ട് ചെല്ലേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അതൊന്നും ഇല്ല. ഇന്ന് അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പൊ എല്ലാം ഈ പറഞ്ഞ പോലെ നമുക്ക് ഈവൻ ഈ പറഞ്ഞ പോലെ നമുക്ക് തന്നെയായിട്ട് സ്വന്തമായിട്ട് വേണമെങ്കിൽ ഇൻകം ടാക്സിന്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ തന്നെ സാധിക്കും. അത് അത്രത്തോളം ഈ പറഞ്ഞ ടെക്നോളജി അപ്ഡേറ്റഡ് ആയി. അപ്പൊ അത് ഈസ് ഓഫ് ഡൂയിങ് ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെ ബെറ്റർ ആയി. അത് ടെക്നോളജിക്കലൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈസ് ഓഫ് ഡൂയിങ് കുറച്ചുകൂടെ ബെറ്റർ ആയി കഴിഞ്ഞപ്പോഴേക്കും ആളുകൾക്ക് കൂടുതലും ഈ പറഞ്ഞ പോലെ ടാക്സ് അടയ്ക്കാൻ എളുപ്പമായി. മറ്റേ ഈ പറഞ്ഞ ലീവ് എടുത്തിട്ട് പോയി ടാക്സ് അടയ്ക്കേണ്ടി വരുമ്പോഴേക്കാണ് ആളുകൾ പലപ്പോഴും ഈ പറഞ്ഞ പോലെ ടാക്സ് അടയ്ക്കാതിരിക്കുക ഒക്കെ തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ടെക്നോളജി ഒക്കെ വളർന്ന കാരണം ആളുകൾക്ക് കൂടുതൽ അത് എഫിഷ്യന്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ടാക്സ് കളക്ഷൻസ് എഫിഷ്യന്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ ടാക്സ് ഈവേഷനും പതുക്കെ കുറഞ്ഞിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ടാക്സ് ഈവേഷൻ എന്ന് പറഞ്ഞാൽ ടാക്സ് വെട്ടിക്കുക എന്ന് പറയുന്നത് ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ് ടാക്സ് ഈവേഷൻ. അപ്പൊ അതൊക്കെ പതുക്കെ കുറഞ്ഞതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് ഭാഗത്ത് നിന്നാണെങ്കിൽ കൂടുതൽ സ്ട്രിക്റ്റ് ആയിട്ട് ഈ പറഞ്ഞ പോലെ ഇവാലുവേറ്റ് ചെയ്യുന്നു. ടാക്സ് അടയ്ക്കാത്ത ആളുകളെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ടാക്സിന്റെ കളക്ഷൻ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ വർദ്ധിച്ചു. ഇതിനൊക്കെ ഭാഗമായിട്ടാണ് കൂടുതൽ ആളുകൾ ടാക്സ് അടയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഗവൺമെന്റിലേക്ക് കൂടുതൽ വരുമാനം കിട്ടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഓർത്തിരിക്കും. ഇതൊക്കെ നമുക്ക് പ്രിലിംസിന് ആവശ്യമായിട്ട് മാറിയേക്കാവുന്നതാണ്. താഴത്തെ നിരക്കിൽ ഏതൊക്കെ കാര്യങ്ങൾ മൂലം ടാക്സ് കളക്ഷൻസ് വർദ്ധിക്കാം എന്നുള്ളൊരു പോയിന്റ് വെച്ചിട്ട് വേണമെങ്കിൽ പ്രിലിംസിന് ചോദ്യം ചോദിക്കാവുന്നതാണ്. ഇതൊക്കെ കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പം ഹയർ ടാക്സ് പേയ്മെന്റ്സ് കൂടാൻ കാരണം വേറെ ഒന്നുമല്ല, ടെക്നോളജിക്കൽ അപ്ഡേഷൻസ് അതിനകത്തൊരു കാര്യമാണ്. ടാക്സ് കംപ്ലയൻസിന്റെ ഭാഗത്തു നിന്നും വർധനവ് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കാം. ഇനി ഈ ഒരു ടേബിളും കൂടെ ഓർത്ത് വെച്ചേക്കണേ, കാരണം ഇതൊക്കെ നമുക്ക് ആവശ്യമായിട്ട് മാറിയേക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നെറ്റ് ടാക്സ് കളക്ഷൻസ്, ഡയറക്ട് ടാക്സിന്റെ കളക്ഷൻസ് ആണ്. ഡയറക്ട് ടാക്സിന്റെ കളക്ഷൻ ഈ പറഞ്ഞ പോലെ 2021-22 14.12 ലക്ഷം കോടി രൂപയായിരുന്നു ഉണ്ടായിരുന്നത്. 2022-23 16.64, അത് പിന്നെ 19 പിന്നെ ഈ വർഷം നമ്മൾ പ്രഡിക്ട് ചെയ്തിരിക്കുന്ന 22.80-നും 22.90 ഇടയിൽ കിട്ടിയേക്കാം എന്നുള്ളൊരു രീതിയാണ് സങ്കല്പിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ പാസ്റ്റ് 4 ഇയേഴ്സ് ആയിട്ട് നെറ്റ് ഡയറക്ട് ടാക്സ് കളക്ഷൻസ് ഇൻക്രീസിംഗ് ആണ്. റേറ്റ് ഓർത്തിരുന്നില്ലല്ലോ,
ഡേറ്റ വാല്യൂ ഓർത്തിരുന്നില്ലെങ്കിലും ഈ ഒരു ട്രെൻഡ് അറിഞ്ഞിരിക്കുക. ഓവർ ദ പാസ്റ്റ് 4 ഇയേഴ്സ് ആയിട്ട് നമുക്ക് ഡയറക്ട് ടാക്സ് കളക്ഷൻസ് വർദ്ധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഡയറക്ട് ടാക്സ് ടു GDP റേഷ്യോ, അതായത് ഡയറക്ട് ടാക്സ് എന്നുള്ള വരുമാനം വിത്ത് റെസ്പെക്ട് ടു നമ്മുടെ ടോട്ടൽ GDP, നമ്മുടെ വരുമാനത്തിൽ എത്രത്തോളം നമുക്ക് ഡയറക്ട് ടാക്സിൽ നിന്ന് കിട്ടുന്നുണ്ട്, അതാണ് ഡയറക്ട് ടാക്സ് GDP റേഷ്യോ ആയിട്ട് സൂചിപ്പിക്കുന്നത്. ഈ ഡയറക്ട് ടാക്സ് GDP റേഷ്യോയിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതിലും ഇൻക്രീസ് ഉണ്ട്. അപ്പൊ ആ ഒരു ട്രെൻഡ് ഓർത്തിരിക്കണം. അതായത് 100 രൂപ നമുക്ക് GDP-യിൽ വരുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും 7 രൂപയോളം നമുക്ക് ഡയറക്ട് ടാക്സിൽ നിന്ന് ഉണ്ട് എന്നുള്ള കാര്യമാണ് അത് ആ റേഷ്യോ സൂചിപ്പിക്കുന്നത്. ആ റേഷ്യോ കൂടുമ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ ആളുകൾ ടാക്സ് അടയ്ക്കുന്നു എന്നുള്ളൊരു ഒരു നല്ല കാര്യമായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ആ റേറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ, ആ റേഷ്യോ കുറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ എക്കണോമി വളരുന്നുണ്ട്, പക്ഷെ അതിനനുസരിച്ച് ആളുകൾ ടാക്സ് അടയ്ക്കുന്നില്ല എന്നുള്ളൊരു നെഗറ്റീവ് ഇമ്പാക്റ്റിലേക്ക് പോകും. അപ്പം ആ റേഷ്യോ കൂടുന്നുള്ളൊരു പോസിറ്റീവ് കാര്യം തന്നെയാണ്. അപ്പോൾ അത് ഓവർ ദ 4 ഇയേഴ്സ് നമുക്ക് ആ റേഷ്യോ കൂടുന്നുണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക, ട്രെൻഡ് ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ബോയൻസി ഫാക്ടർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്കണോമി വളരുന്നതിന് എത്രത്തോളം റെസ്പോൺസീവ് ആയിട്ട് ഡയറക്ട് ടാക്സ് കളക്ഷൻസ് വരുന്നു എന്നുള്ളതാണ്. അതായത് നമുക്ക് ഈ പറഞ്ഞ പോലെ സർക്കാരിലേക്ക് വരുമാനം കൂട്ടാനായിട്ട് ടാക്സിന്റെ റേറ്റ് കൂട്ടിയാൽ മതി അല്ലെ. ടാക്സിന്റെ റേറ്റ് ഇപ്പൊ ഇന്ന് 10% ഉള്ള ടാക്സിന്റെ റേറ്റ് ഈ പറഞ്ഞ പോലെ 15% കൂട്ടിക്കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ടാക്സിന്റെ വരുമാനം കൂട്ടാം. പക്ഷേ ഒരു പരിധിയിൽ കൂടുതൽ ഈ ടാക്സിന്റെ റേറ്റ് കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ടാക്സ് അടയ്ക്കുന്ന കുറയും. കാരണം ആളുകൾക്ക് തോന്നി തുടങ്ങും എന്തിനാണ് ഞാൻ ഇത്രയും അധികം ടാക്സ് ഗവൺമെന്റിലേക്ക് കൊടുക്കുന്നത്. അപ്പാണ് ആ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് ആളുകൾ ടാക്സ് വെട്ടിക്കുന്ന അല്ലെങ്കിൽ ടാക്സ് ഈവേഡ് ചെയ്യുന്ന പല പല സിറ്റുവേഷൻസിലേക്കും പോയി തുടങ്ങുന്നത്. അപ്പോൾ ടാക്സിന്റെ റേറ്റ് മാറ്റാതെ, ഇവിടെ ടാക്സിന്റെ റേറ്റ് വർദ്ധിപ്പിച്ചാണ് ഞാൻ പറഞ്ഞത് വേണമെങ്കിൽ സർക്കാരിന് കൂടുതൽ വരുമാനം കണ്ടെത്താം. എന്നാൽ ടാക്സിന്റെ റേറ്റ് വർദ്ധിപ്പിക്കാതെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, സർക്കാരിന് കൂടുതൽ ഈ പറഞ്ഞ വരുമാനം കണ്ടെത്താം. അതാണ് ഇപ്പൊ നമ്മൾ കണ്ടതും. ഇപ്പൊ ടാക്സ് റേറ്റുകളൊക്കെ വർദ്ധിപ്പിക്കാതെ ടെക്നോളജി അപ്ഡേറ്റ് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ ആളുകൾ കൂടുതൽ അവയർനെസ് ആകുന്നതിലൂടെ ഒക്കെ തന്നെ ആളുകൾ കൂടുതൽ ടാക്സ് പേ ചെയ്യും. അല്ലെങ്കിൽ ആളുകൾ വരുമാനം കൂടുമ്പോൾ നമ്മുടെ നാട്ടിൽ ഡയറക്ട് ടാക്സ് എന്ന് പറയുന്നത് പ്രോഗ്രസീവ് ടാക്സ് ആണ്, വിച്ച് മീൻസ് നമ്മുടെ ഇൻകം കൂടുന്നതിനനുസരിച്ച് നമ്മൾ കൂടുതൽ ടാക്സ് പേ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ ആളുകൾക്ക് കൂടുതൽ വരുമാനം കിട്ടി തുടങ്ങുമ്പോഴേക്കും കൂടുതൽ ആളുകൾ ടാക്സിന്റെ പരിധിയിലേക്ക് വരുന്നു. അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴേക്കും ടാക്സ് റേറ്റുകൾ മാറ്റാതെ തന്നെ ഗവൺമെന്റ് എന്ത് കണ്ടെത്താൻ സാധിക്കും, ഡയറക്ട് ടാക്സിൽ നിന്ന് കൂടുതൽ വരുമാനം കണ്ടെത്താൻ സാധിക്കും. ഇതിന്റെ ഒരു കാര്യം പറഞ്ഞു നൽകുന്നതാണ് ടാക്സ് ബോയൻസി എന്ന് പറയുന്നത്. സോ ടാക്സ് ബോയൻസി എന്ന് പറയുന്നതിന് ഡെഫിനിഷനും കാര്യങ്ങളെല്ലാം ഇവിടെ കൃത്യമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ടാക്സ് ബോയൻസി മീൻസ് ഇറ്റ്സ് എ മെഷർ ഓഫ് ദ റെസ്പോൺസീവ്നെസ് ഓഫ് ടാക്സ് റവന്യൂസ് ടു ദ ഗ്രോത്ത് ഇൻ നോമിനൽ GDP ആൻഡ് ദ ഡിസ്ക്രിഷണറി ചേഞ്ചസ് ഇൻ ടാക്സ് പോളിസി. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറയുവാണെങ്കിൽ ഇറ്റ് ഇസ് എ റേഷ്യോ ഓഫ് പെർസെന്റേജ് ചേഞ്ച് ഇൻ ഗ്രോസ് ടാക്സ് റവന്യൂ ടു ദ പെർസെന്റേജ് ചേഞ്ച് ഇൻ GDP ഓവർ ദ പ്രീവിയസ് ഇയർ. ചേഞ്ച് ഇൻ GDP അനുസരിച്ച് ടാക്സിൽ നിന്നുള്ള റവന്യൂവിനെ വരുന്ന വ്യത്യാസത്തിനെയാണ് നമ്മൾ ആ ഒരു ടാക്സ് ബോയൻസി സൂചിപ്പിക്കുന്നത്. അപ്പം ടാക്സിൽ നിന്ന് ഈ പറഞ്ഞ പോലെ കൂടുതൽ വരുമാനം കിട്ടുന്നു, അല്ലെങ്കിൽ നിലവിലെ ടാക്സ് റേറ്റുകൾ മാറ്റാതെ നമുക്ക് കൂടുതൽ ഈ പറഞ്ഞ പോലെ ടാക്സിൽ നിന്നുള്ള വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ ആ രാജ്യത്തെ ടാക്സ് എന്ന് പറയുന്നത് പോയിന്റ് ആണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും, അല്ലെങ്കിൽ കൂടുതൽ റെസ്പോൺസീവ്നെസ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. നിലവിലെ ഇന്ത്യയിലെ ടാക്സ് പോയിന്റ്സ് റേറ്റ് എന്ന് പറഞ്ഞാൽ 1.68 to 1.73%. മീൻസ് ടാക്സിനുള്ള ഗ്രോത്ത് ഉണ്ട്, പക്ഷെ ആ ഗ്രോത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ ഓവർ ദി ഇയേഴ്സ് നോക്കുമ്പോൾ ടാക്സ് പോയിന്റ്സിന്റെ റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുക, ആ റെസ്പോൺസീവ്നെസ് കുറയുന്നുണ്ടെന്നുള്ള കാര്യമാണ് ഓർത്തിരിക്കേണ്ടത്. അപ്പം ഇങ്ങനെയുള്ള ട്രെൻഡുകൾ അറിഞ്ഞിരിക്കണം. നെറ്റ് ഡയറക്ട് ടാക്സ് കളക്ഷൻസിന്റെ ട്രെൻഡ് കൂടുന്നുണ്ട്, ഡയറക്ട് ടാക്സ് ടു GDP റേഷ്യോയുടെ ട്രെൻഡ് വർദ്ധിപ്പിക്കുന്നുണ്ട്. എന്നാൽ ബോയൻസി ഫാക്ടർ ട്രെൻഡ് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിച്ച് മീൻസ് നമ്മുടെ ടാക്സ് റേറ്റിനോട് റെസ്പോൺസീവ്നെസ് പതുക്കെ കുറയുന്നു. കളക്ഷൻസ് കൂടുന്നുണ്ട്, പക്ഷേ റെസ്പോൺസീവ്നെസ് പതുക്കെ കുറയുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഈ റെസ്പോൺസീവ്നെസ് കുറയുന്നു എന്നുള്ളതിന്റെ ഒരു കാരണം വേണം നമുക്ക് പറയാൻ പറ്റുന്നത്, ടാക്സിന്റെ റേറ്റ് ഒരു പക്ഷേ ആ രാജ്യത്ത് കൂടുതലായിരിക്കും. ടാക്സിന്റെ റേറ്റ് ഒരു പരിധിയിൽ കൂടുതൽ കൂടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ നാട്ടിൽ നോക്കുവാണെങ്കിൽ നമ്മൾ ഡയറക്ട് ടാക്സ്, ഇൻഡയറക്ട് ടാക്സ് ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് നോക്കുമ്പോൾ അപ്രോക്സിമേറ്റ്ലി ഒരു വ്യക്തിയുടെ ഇൻകത്തിന്റെ അടുത്ത് ഇപ്പൊ അപ്രോക്സിമേറ്റ്ലി 50% നമ്മൾ ടാക്സ് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഒരു രീതിയിൽ ആലോചിച്ച് കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി കൂടുതലാണ് എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. അപ്പം ബോയൻസി ഫാക്ടർ കുറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്തെ ഒരുപക്ഷെ റേറ്റിനകത്ത് പ്രശ്നങ്ങളുണ്ട്, ടാക്സ് റേറ്റുകൾ ഇച്ചിരി കൂടുതലായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു പരിധി കഴിയുമ്പോൾ ആളുകൾ ഈ പറഞ്ഞ പോലെ ഇത് കുറഞ്ഞേക്കും, ഇത് കുറഞ്ഞ് ഈ പറഞ്ഞ പോലെ 1-ന് താഴത്തേക്ക് പോകുന്ന സിറ്റുവേഷൻ വരും. ഓവർ ദി ഇയേഴ്സ് ഇത് കണ്ട് മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഓവർ ദി ഇയേഴ്സ് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ഈ ബോയൻസി ഫാക്ടർ 1-ന് താഴത്തേക്ക് പോകും. 1-ന് താഴത്തേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ടാക്സിനുള്ള വരുമാനത്തിന് ഇത് സംഭവിക്കാൻ തുടങ്ങും, ഒരുപക്ഷെ കുറയാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെച്ചേക്കാം. ഇത്രയാണ് ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് വ്യക്തമായിട്ട് പഠിക്കാനായിട്ടുള്ളത്. അപ്പം ഇതുപോലുള്ള വാർത്തകൾ ഇനി എസ്പെഷ്യലി നമ്മൾ പ്രിലിംസിന് മുമ്പാകെയുള്ള സമയങ്ങളിൽ ഇങ്ങനെ ബിസിനസ് ലൈൻ മാഗസിനും കൂടെ കുറച്ചുകൂടെ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ബിക്കോസ് എക്കണോമിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഫാക്ടറുകൾ കാണാൻ സാധിക്കും. എസ്പെഷ്യലി ഇപ്പോൾ ബഡ്ജറ്റ് ഒക്കെ വരാറായല്ലോ, അടുത്ത മാസങ്ങളിലൊക്കെയാണ് ബഡ്ജറ്റ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ബഡ്ജറ്റ് റിലേറ്റഡ് ആയിട്ടൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, സോ എനിവേ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ടാക്സ് ബോയൻസി എക്സ്പ്ലെയിൻസ് റിലേഷൻ ബിറ്റ്വീൻ ചേഞ്ചസ് ഇൻ ദ ഗവൺമെന്റ് ടാക്സ് റവന്യൂ ഗ്രോത്ത് ആൻഡ് ചേഞ്ചസ് ഇൻ GDP. അപ്പം ടാക്സ് റവന്യൂ ഗ്രോത്തും GDP തമ്മിലുള്ള റിലേഷൻ പറയുന്നതാണ് ടാക്സ് ബോയൻസി എന്ന് പറയുന്നത്. ആൻഡ് ദർ ഇസ് എ സ്ട്രോങ് കണക്ഷൻ ബിറ്റ്വീൻ ദ ഗവൺമെന്റ് ടാക്സ് റവന്യൂ ഏർണിംഗ്സ് ആൻഡ് എക്കണോമിക് ഗ്രോത്ത്. കാരണം എക്കണോമിക് ഗ്രോത്ത് ചെയ്യുന്നതിനനുസരിച്ച് കൂടുതൽ ആളുകൾ വരുമാനം കിട്ടുകയും അവർ കൂടുതൽ ടാക്സിന്റെ പരിധിയിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കൂടുതൽ സർക്കാരിലേക്കുള്ള വരുമാനം കൂടാനുള്ള ചാൻസസ് ഉണ്ട്. സോ അപ്പോൾ ഇതൊക്കെ പറഞ്ഞു തരുന്നതാണ് ടാക്സ് ബോയൻസി എന്ന് പറയുന്നത്.
and it refers to responsiveness of tax revenue growth to changes in GDP. ഓൾറെഡി നമ്മൾ പറഞ്ഞു. When a tax is buoyant, ഇതാണ് കൃത്യമായിട്ട് ഓർത്തിരിക്കുന്നത്. പലപ്പോഴും പരീക്ഷയിലും ചോദിക്കാം. When a tax is buoyant, its revenue increases without increasing the tax rate. ഒരു രാജ്യത്തെ ടാക്സ് സിസ്റ്റം ബോയിന്റ് ആണ് എങ്കിൽ ആ രാജ്യത്തെ ഗവൺമെന്റ് ടാക്സ് എന്നുള്ള വരുമാനം തീർച്ചയായിട്ടും ടാക്സ് റേറ്റ് വർദ്ധിപ്പിക്കാതെ തന്നെ വരുമാനം കൂടുമെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. സോ വെൻ എ ടാക്സ് ഇസ് ബോയിന്റ്, ഇറ്റ്സ് റവന്യൂ ഇൻക്രീസസ് വിത്തൗട്ട് ഇൻക്രീസിംഗ് ദ ടാക്സ് റേറ്റ്. ഓക്കെ, ദെൻ ഇതിങ്ങനെ വരാനുള്ള എന്തൊക്കെ കാര്യങ്ങൾ നോക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ആ രാജ്യത്തെ ടാക്സിന്റെ ബേസിന്റെ സൈസ് കൃത്യമായിട്ട് നോക്കുക, എത്രത്തോളം ആളുകൾ ടാക്സ് അടയ്ക്കുന്നുള്ള കാര്യം, അതുപോലെ ടാക്സ് അഡ്മിനിസ്ട്രേഷന്റെ ഫ്രണ്ട്ലിനെസ്, അതുപോലെ ടാക്സ് റേറ്റുകളുടെ റാഷണാലിറ്റി, സിംപ്ലിസിറ്റി, ഇതൊക്കെ ഞാൻ പറഞ്ഞു. ഇതൊക്കെ അടിസ്ഥാനത്തിലിരിക്കും ആളുകൾ കൂടുതൽ ടാക്സ് അടയ്ക്കുന്ന ഒരു കാര്യങ്ങൾ. ആ രാജ്യത്തെ ടാക്സ് സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ ഫ്രണ്ട്ലിനെസ് അല്ല, അല്ലെങ്കിൽ പറഞ്ഞ പോലെ ടാക്സ് റേറ്റ് ഈ പറഞ്ഞ സിമ്പിൾ അല്ല, റാഷണൽ അല്ല എന്നൊക്കെ തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ കൂടുതൽ ഈ പറഞ്ഞ ടാക്സ് അടയ്ക്കുന്ന കുറയും. അപ്പൊ അന്നേരം ഈ പറഞ്ഞ ടാക്സ് ബോയൻസി താഴത്തേക്ക് പോകും, ടാക്സ് റെസ്പോൺസിവ്നെസ് ഒക്കെ തന്നെ താഴത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ ടാക്സ് ബോയൻസി കൂടുതൽ ഡയറക്ട് ടാക്സിനകത്തായിരിക്കും ഉണ്ടാവുക റാദർ ദാൻ ഇൻഡയറക്ട് ടാക്സിനേക്കാൾ കൂടുതൽ. ബിക്കോസ് GDP ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് കൂടുതൽ ആളുകൾ ഈ പറഞ്ഞ ടാക്സ് ബേസിലേക്ക് വരാൻ ചാൻസ് ഉള്ളത് ഡയറക്ട് ടാക്സിന്റെ കാര്യത്തിലേക്കാണ്. ഓക്കെ, അതുകൊണ്ടാണ് ടാക്സ് പോയിന്റ്സ് വിൽ ബി ഹയസ്റ്റ് ഫോർ ഡയറക്ട് ടാക്സ്. കാരണം ജനറലി ഡയറക്ട് ടാക്സ് ആർ മോർ സെൻസിറ്റീവ് ടു GDP ഗ്രോത്ത് റേറ്റ്. ഇനി മറ്റൊരു കമ്പോണന്റ് അറിഞ്ഞിരിക്കണം, ടാക്സ് എലാസിറ്റി. കാരണം പലപ്പോഴും ഇത് രണ്ടും കൂടെ ചേർത്തിട്ടൊക്കെയാണ് നമുക്ക് പരീക്ഷയ്ക്ക് ആവശ്യമായിട്ട് മാറാറുള്ളത്. ടാക്സ് എലാസിറ്റി എന്ന് പറഞ്ഞാൽ സിമിലർ ലുക്കിംഗ് കൺസെപ്റ്റ് ആണ്. It refers to changes in tax revenue in response to changes in tax rate. ടാക്സ് റേറ്റ് മാറുന്നതിനനുസരിച്ച് ആ രാജ്യ സർക്കാരിന് ടാക്സ് റവന്യൂ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് ടാക്സ് എലാസിറ്റി. ഈ ടാക്സ് എലാസിറ്റി ഒക്കെ നമ്മളോട് പറഞ്ഞു നൽകുന്ന കർവാണ് ലാഫർ കർവ്. അതായത് ഇങ്ങനെ പോകുന്നൊരു കർവ്, പാരാബോളിക് ഷേപ്പ്. ഒരു പരിധി വരെ ഈ പറഞ്ഞ പോലെ സർക്കാർ ഇത് ടാക്സ് റേറ്റ് ആണ്, ടാക്സ് റേറ്റും ഇത് വൈ ആക്സിലെ ടാക്സ് എന്നുള്ള റവന്യൂ ആണ് സൂചിപ്പിക്കുന്നത്, ഇത് റേറ്റും റവന്യൂ. ഓക്കെ, അപ്പോൾ ഒരു പരിധി വരെ ടാക്സ് റേറ്റ് കൂടുന്നതിനനുസരിച്ച് സർക്കാരിന്റെ ടാക്സ് റവന്യൂ വർദ്ധിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ടാക്സ് റേറ്റ് വർദ്ധിച്ചു കഴിഞ്ഞാൽ ആ രാജ്യത്തിൽ ടാക്സ് ഇപ്പോൾ സിമ്പിൾ അല്ല, അല്ലെങ്കിൽ റാഷണൽ അല്ല എന്ന് ജനങ്ങൾക്ക് തോന്നും. അന്നേരം ടാക്സ് അടയ്ക്കുന്നത് കുറയും, അപ്പൊ അത് തീരെ താഴത്തേക്ക് വരും. ഇങ്ങനെ ഒരു പരാബോളിക് ഷേപ്പ് നൽകുന്ന കർവാണ് നമ്മുടെ ലാഫർ കർവ്. ഓക്കെ, ലാഫർ കർവ്. ഈ ലാഫർ കർവ് സൂചിപ്പിക്കുന്ന ടാക്സിന്റെ റെസ്പോൺസിവ്നെസ് ആണ്. ഇതിനെ പറയുന്ന പേരാണ് ടാക്സ് എലാസിറ്റി എന്നും പറയുന്നുണ്ട്. ഹൗ മച്ച് എലാസിറ്റി ഈസ് കൺട്രീസ് ടാക്സ് സിസ്റ്റം. ഓക്കെ, സോ സിമിലർ ലുക്കിംഗ് കൺസെപ്റ്റ് ആണ് ടാക്സ് എലാസിറ്റി. റിഫേഴ്സ് ടു ചേഞ്ചസ് ഇൻ ടാക്സ് റവന്യൂ ഇൻ റെസ്പോൺസ് ടു ചേഞ്ചസ് ഇൻ ടാക്സ് റേറ്റ് ആണ്. സോ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ടും ഈ ഒരു ആർട്ടിക്കിളിൽ നിന്ന് പഠിച്ചിരിക്കുക. പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമുക്ക് അടുത്ത ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാം. പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ടുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 2023, DPDP ആക്ട് 2023 ആണ്. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു, 16 മാസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ഈ ആക്ട് നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴാണ് ഇതിന്റെ റൂൾസ് നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ഇതിന്റെ ഒരു തുടക്കം പറയുകയാണെങ്കിൽ, പണ്ട് ഈ പറഞ്ഞ പോലെ കേസ് പുട്ടുസ്വാമി കേസിനകത്താണ് നമ്മൾ റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് മാറ്റി നമ്മുടെ ഈ പറഞ്ഞ പോലെ ആർട്ടിക്കിൾ 21 കീഴിലേക്ക് റൈറ്റ് ടു പ്രൈവസി ഒക്കെ വന്നിട്ടുണ്ട്. അതിനുശേഷം ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ടും ജനങ്ങളുടെ ഡാറ്റ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യകത മനസ്സിലാക്കി സർക്കാർ പല പല കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് BN ശ്രീകൃഷ്ണ കമ്മിറ്റി. ഈ BN ശ്രീകൃഷ്ണ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് സർക്കാർ ഇങ്ങനെ ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് വരുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറഞ്ഞ പോലെ ഒരു ആക്ട് ആണ് ഗവൺമെന്റ് 2023 പാസ്സാക്കിയത്. അപ്പൊ ഈ ആക്ടിനകത്ത് പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആ പ്രൊവിഷൻസ് കൃത്യമായിട്ട് എങ്ങനെയായിരിക്കും ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, ആ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും ഇവിടെ നടപ്പാക്കുന്നത് തുടങ്ങിയതിനെ കുറിച്ച് പറഞ്ഞു നൽകുന്നതാണ് ഈ റൂൾസ് എന്നുള്ളത്. ആ റൂൾസിന്റെ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ കരട് രൂപം ഒരു റഫ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഡ്രാഫ്റ്റ് സംഭവമാണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഗവൺമെന്റ് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. MyGovernment.in എന്നുള്ള MyGov.in എന്നുള്ള അതിനകത്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്ത കാര്യങ്ങളെ കുറിച്ചിട്ട് പൊതുജനങ്ങൾക്ക് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. അഭിപ്രായങ്ങൾ കേട്ടിട്ട് മാറ്റം വരുത്തേണ്ട എന്തെങ്കിലും പ്രൊവിഷൻസ് ഉണ്ടെങ്കിൽ മാറ്റിയായിരിക്കും അതിന്റെ ഫൈനൽ സംഭവങ്ങൾ പുറത്തേക്ക് വരുന്നത്. അപ്പം ഇപ്പം നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള ഡ്രാഫ്റ്റ് കാര്യമാണ്. എന്നാലും നമുക്ക് മേജർ പ്രൊവിഷൻസ് കൃത്യമായിട്ട് നോക്കണം. അതേപോലെ ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ടിനെ കുറിച്ച് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ ഇവ ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട് 2023 ടു പ്രൊട്ടക്ട് സിറ്റിസൺസ് ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ വൈൽ ഫോസ്റ്ററിംഗ് ഇന്ത്യസ് ഡിജിറ്റൽ എക്കണോമി ആൻഡ് ഇന്നോവേഷൻ. അതായത് ഇന്നത്തെ കാലഘട്ടം നമ്മൾ ഡിജിറ്റൽ ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പേയ്മെന്റ്സ് ഒക്കെയാണ് നമ്മൾ ഒരുപാട് ഡിജിറ്റൽ ആയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഡാറ്റ അവിടെ കളക്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഈ ഡാറ്റാസ് ഒക്കെ തന്നെ കൃത്യമായിട്ടും പ്രൊട്ടക്ട് ചെയ്യേണ്ടതും ആവശ്യകതയാണ്. ബിക്കോസ് റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 21 പ്രകാരം പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കത് പ്രൊട്ടക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് പറയാൻ പറ്റുന്നതാണ്, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ DNL ഡിസ്കസ് ചെയ്താണ്. ഇന്ത്യയിലെ ഡിജിറ്റൽ പേയ്മെന്റുകളൊക്കെ തന്നെ ഓൾമോസ്റ്റ് പറയുകയാണെങ്കിൽ 85% കൈയടക്കി വെച്ചിരിക്കുന്ന രണ്ട് എൻറ്റിറ്റീസ് ആണ്. ഡ്യൂവോപ്പൊളിയാണ് നമ്മുടെ നാട്ടിലെ ഡിജിറ്റൽ പേയ്മെന്റ് കാര്യത്തിൽ. ഗൂഗിൾ പേയും GPayയും അതേപോലെ തന്നെ ഫോൺ പേയും ഓൾമോസ്റ്റ് 80% ട്രാൻസാക്ഷൻസ് ഇതിലൂടെയാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ നമ്മൾ എത്ര രൂപയുടെ ട്രാൻസാക്ഷൻ ആണ് നടത്തിയത്, ആരുടെ അക്കൗണ്ടിലേക്കാണ് നടത്തിയത്, നമ്മുടെ അക്കൗണ്ടിൽ എത്രത്തോളം പൈസ ഉണ്ട്. കാരണം ബിക്കോസ് നമ്മുടെ അക്കൗണ്ടും എല്ലാമായിട്ട് ഈ ആപ്പുകൾ ലിങ്ക്ഡ് ആണ്. അപ്പോൾ അത്തരത്തിലുള്ള വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡേറ്റാസ് ഒക്കെ തന്നെ ഇവരുടെ സെർവേഴ്സിൽ ഉണ്ടാവും. ഈ ഡേറ്റാസ് ഇവർ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഒരിക്കലും നമുക്കറിയത്തില്ല. നമ്മൾ ബിക്കോസ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന സാധാരണ ആളുകളാണ്, വലിയ തരത്തിലുള്ള നോളജോ കാര്യങ്ങളോ ഉണ്ടാവണം നിർബന്ധമില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഡേറ്റാസ് എങ്ങനെയായിരിക്കും ഇവർ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് നമുക്ക് യാതൊരു എന്താ പറയുക ഒരു നോളജും ഇല്ല. മേ ബി ഇവരുടെ സെർവേഴ്സ് ഒക്കെ പലപ്പോഴും ഇന്ത്യക്ക് പുറത്തായിരിക്കും ഉണ്ടാവുക.
അതുകൊണ്ട് തന്നെ ഇതിനുള്ള കാര്യങ്ങൾ മീൻസ് ഇതിനുള്ള അതോറിറ്റീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചൊരു സംശയമുണ്ട്. അപ്പൊ ഇതൊക്കെ പരിഹരിക്കാനായിട്ടാണ് ഈ ഒരു ആക്ട്, ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട് ആണ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇന്നത്തെ ഈ ഡിജിറ്റൽ ടെക്നോളജി വേൾഡിൽ ആളുകൾ ഇത്രത്തോളം സെൻസിറ്റീവ് ആയിട്ടുള്ള ഡേറ്റാസ് ഒക്കെ തന്നെ ദുരുപയോഗം ചെയ്യാനുള്ള ചാൻസുകളും വളരെ വളരെ കൂടുതലാണ്. സോ എനിവേ അത് നമുക്ക് ഡിജിറ്റൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ടിനകത്തെ കുറച്ച് പ്രൊവിഷൻസ് മനസ്സിലാക്കിയിരിക്കാം. ഇതൊരു ലീഗൽ ഫ്രെയിംവർക്ക് ആണ്. ഇൻട്രൊഡ്യൂസ് ഇന്ത്യ ടു സേഫ് ഗാർഡ് ദ പേഴ്സണൽ ഡാറ്റ ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് എൻഷുർ ദാറ്റ് ദയർ ഡാറ്റ ഇസ് ഷെയർഡ് ഒൺലി വിത്ത് ദയർ കൺസെന്റ്. ഇവരുടെ ഈ ഡാറ്റ ഈ പറഞ്ഞ എന്തെങ്കിലും ആവശ്യങ്ങൾക്കായിട്ട് ഈ കമ്പനികൾ ഉപയോഗിക്കുന്നുണ്ട്, മേ ബി ചിലപ്പോൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. കാരണം കസ്റ്റമർ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു പക്ഷേ ഇവർക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഇനി ഇൻ കേസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ആരുടെ അനുവാദത്തോടുകൂടി മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ? ഈ ഡേറ്റയുടെ ഉടമസ്ഥന്റെ, ഐ മീൻ നമ്മളൊക്കെ കസ്റ്റമേഴ്സ്, ആ കസ്റ്റമേഴ്സിന്റെ അനുവാദത്തോടുകൂടി മാത്രമേ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് DPDP ആക്ടിനകത്ത് കൃത്യമായിട്ടും പറയുന്നത്. സോ ഇറ്റ് റെഗുലേറ്റ്സ് ദ പ്രോസസിംഗ് ഓഫ് ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ ആൻഡ് ഔട്ട്ലൈൻസ് വേരിയസ് പ്രൊവിഷൻസ് ടു പ്രൊട്ടക്ട് ഇൻഡിവിജ്വൽസ് പ്രൈവസി ഇൻ ദ ഡിജിറ്റൽ ഏജ്. ഇതിന്റെ ആപ്ലിക്കബിലിറ്റി നോക്കാം. ഇറ്റ് അപ്ലൈസ് ദ പ്രോസസിംഗ് ഓഫ് ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ വിത്തിൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ കളക്ടഡ്. അതായത് ഇന്ത്യയിൽ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റ, കളക്ടഡ് ഓൺലൈൻ ഓർ കളക്ടഡ് ഓഫ്ലൈൻ, ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ കളക്ട് ചെയ്യപ്പെട്ട ഡേറ്റാസിന്റെ എങ്ങനെയായിരിക്കണം പ്രോസസ് ചെയ്യേണ്ടതിനെ കുറിച്ചും ഇതിനകത്ത് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇറ്റ് ഈസ് ഓൾസോ ആപ്ലിക്കബിൾ ടു പ്രോസസിംഗ് ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ ഔട്ട്സൈഡ് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിലുള്ള ഒരാളുടെ വ്യക്തിയുടെ ഡാറ്റയാണോ അത് പ്രോസസ് ചെയ്യുക, അത് കളക്ട് ചെയ്തിരിക്കുന്ന ഈ പറഞ്ഞ ഇന്ത്യക്ക് പുറത്ത് വെച്ചിട്ടാണെങ്കിൽ പോലും അതിനെ എങ്ങനെ പ്രോസസ് ചെയ്യണം എന്നുള്ള കാര്യവും ഈ ഡാറ്റയ്ക്കകത്ത് പറയുന്നുണ്ട്. ആൻഡ് ഇഫ് ഇറ്റ് ഇൻവോൾവ്സ് പ്രൊവൈഡിംഗ് ഗുഡ്സ് ഓർ സർവീസ് ടു ഡാറ്റ പ്രിൻസിപ്പിൾസ് വിത്തിൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. ഇപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മുടെ ഒരുപാട് കൊമേഴ്സ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ആമസോൺ ഉണ്ട്, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് ഉണ്ട്. ആമസോണും ഫ്ലിപ്കാർട്ടൊക്കെ ഇപ്പം ഇന്ത്യയുടെ, ഞാൻ നേരത്തെ ഡിജിറ്റൽ പേയ്മെന്റ് കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെയാണ്, ഇന്ത്യയുടെ കൊമേഴ്സ് സ്ഥാപനങ്ങളിൽ ഒരു നല്ലൊരു ശതമാനവും കൈയടക്കി വെച്ചിരിക്കുന്നതും ഈ രണ്ട് സ്ഥാപനങ്ങളാണ്. ഇവർ രണ്ടും പറയുവാണെങ്കിൽ ഇന്ത്യൻ കമ്പനീസ് അല്ല, വിദേശ കമ്പനികളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മേ ബി ഇവരുടെ സെർവേഴ്സ് ഒക്കെ ഇരിക്കുന്ന പുറത്തായിരിക്കും, US-ലും അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ എവിടെയെങ്കിലും ആയിരിക്കും ഇരിക്കുന്നത്. പക്ഷേ ഇവർ സെർവ് ചെയ്യുന്ന ആളുകൾ ഇന്ത്യക്കാരാണെങ്കിൽ, പക്ഷെ അവരുടെ ഡാറ്റ സൂക്ഷിക്കുന്ന വെളിയിലാണെങ്കിൽ പോലും, കളക്ട് ചെയ്യുന്ന വെളിയിലാണെങ്കിൽ പോലും, കളക്ട് ചെയ്ത ആളുടെ ഡാറ്റ ഇന്ത്യയിലുള്ളതാണ് എങ്കിൽ അതിനെ എങ്ങനെ പ്രോസസ് ചെയ്യണം എന്നുള്ളതും ഈ ആക്ടിനകത്ത് കൃത്യമായിട്ടും പറയുന്നുണ്ട്. ഓക്കെ, ഇനി ഇത് പ്രകാരം കീ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ട് പ്രധാന വ്യക്തികളെ നമ്മൾ ഇതിനകത്ത് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ആണ് ഡേറ്റ പ്രിൻസിപ്പൾ. ഡേറ്റ പ്രിൻസിപ്പൾ ആരാന്ന് ചോദിച്ചാൽ ഡേറ്റ ഓണർ ആണ്. ഇപ്പൊ നമ്മളൊക്കെയാണ്, കസ്റ്റമേഴ്സ് ആണ്. ഇപ്പം ആമസോണിൽ കയറി നമ്മളൊരു പ്രോഡക്റ്റിനെ കുറിച്ച് സെർച്ച് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ആ സെർച്ച് ചെയ്യുന്ന ഡേറ്റ നിങ്ങൾ ഒരു പക്ഷേ കണ്ടിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുന്ന ഡേറ്റാസുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടറിലായിരിക്കും ഒരു പക്ഷേ നെക്സ്റ്റ് നമ്മൾ ഗൂഗിൾ തുറക്കുമ്പോഴോ അല്ലെങ്കിൽ യൂട്യൂബ് ഒക്കെ ഓപ്പൺ ചെയ്യുമ്പോഴോ ചിലപ്പോൾ കാണുന്നത്. ബിക്കോസ് നമ്മുടെ ആ ഡേറ്റ ഇവിടെ പ്രോസസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ആരുടെയാണോ ഡേറ്റ, ആ ഡേറ്റ ഓണറിനെ പറയുന്ന പേരാണ് ഡേറ്റ പ്രിൻസിപ്പൾ. സോ ഡേറ്റ പ്രിൻസിപ്പൾ കുഡ് ബി ഇൻഡിവിജ്വൽ ആകാം അല്ലെങ്കിൽ entities ആകാം whose data is to be protected, and the data principal has to give written consent to the generate and process the data. പലപ്പോഴും നമ്മൾ ഒരു ആപ്പ് ഒക്കെ ആണെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരുപാട് പെർമിഷൻ കൊടുക്കുകയില്ലേ. ഈ പെർമിഷൻ കൊടുക്കുന്ന ഇതിനകത്താണ്, റിട്ടേൺ കൺസെന്റും കാര്യങ്ങളാണ്. പലപ്പോഴും ഇത് വായിച്ച് പോലും നമ്മൾ നോക്കാറില്ലാത്ത കാരണം എല്ലാം ഓക്കെ കൊടുത്ത് നമ്മൾ പോകുന്നുള്ളൂ. പലപ്പോഴും ഇതിനകത്ത് എന്താണുള്ളത്, ആ കൺസെന്റ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കാം. സോ ഈ ഡേറ്റ ഇന്ന പർപ്പസിനായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള കൺസെന്റ് ഒക്കെയാണ്. പക്ഷേ പലപ്പോഴും എന്താ സംഭവിക്കുന്നത്, നമ്മൾ ആ കൺസെന്റ് കൊടുത്തില്ലെങ്കിൽ ആപ്പ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി വി ആർ ഫോഴ്സ്ഡ് ടു ഗിവ് ദാറ്റ് കൺസെന്റ്. ഓക്കെ, ആൻഡ് ദിസ് ഡേറ്റ പ്രിൻസിപ്പൾ ക്യാൻ വിഡ്രോ ദ കൺസെന്റ് അറ്റ് എനി ടൈം. ഏത് സമയത്ത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ആ ഡേറ്റ പ്രിൻസിപ്പൾ വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. ഓർ ക്യാൻ റെസ്ട്രിക്ട് ദി യൂസ്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ വന്നതിന് ശേഷമാണ് നമ്മൾ പലപ്പോഴും ഇപ്പം പുതിയ ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ ലോഞ്ച് ചെയ്യുമ്പോഴേക്കും, മീൻസ് ഇൻസ്റ്റാൾ ചെയ്യാൻ നേരത്ത് നമുക്ക് ചിലപ്പോൾ ചില ആപ്ലിക്കേഷൻസ് ചോദിക്കുമല്ലോ, എന്താ പറയുക, നിങ്ങളുടെ ലൊക്കേഷൻ യൂസ് ചെയ്യണമെന്നുള്ളതിനകത്ത് നമുക്ക് പണ്ട് കാലങ്ങളിൽ യൂസ് അല്ലെങ്കിൽ അലോ അല്ലെങ്കിൽ ഡോണ്ട് അലോ എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നമുക്ക് പുതിയൊരു ഓപ്ഷൻസ് കൂടി ഉണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ അലോ ഫോർ ദിസ് ടൈം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ഒരു സമയത്തേക്ക് ഓൺലി വൈൽ യൂസിങ് ദിസ് ആപ്പ്, അങ്ങനെയൊക്കെയുള്ള ഓരോ ഓപ്ഷൻസ് കണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ ഈ ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിൽ വന്നു തുടങ്ങിയതാണ്. ഇനി രണ്ടാമത്തെ ആളുടെ പേരാണ് ഡേറ്റ ഫ്യൂഡേഷറി. ഡേറ്റ ഫ്യൂഡേഷറി എന്ന് പറയുന്നത് ഡേറ്റ കളക്ട് ചെയ്യുന്ന ആളെയാണ്. അപ്പൊ ഡേറ്റയുടെ ഉറവിടം അല്ലെങ്കിൽ ഡേറ്റയുടെ ഓണറിനെ പറയുന്നവർ ഡേറ്റ പ്രിൻസിപ്പളും, ആരാണോ ഡേറ്റ കളക്ട് ചെയ്യുന്ന അവരെ പറയുന്നവരാണ് ഡേറ്റ ഫ്യൂഡേഷറി. ഡേറ്റ കളക്ടിങ്, സ്റ്റോറിംഗ് ആൻഡ് ഷെയറിംഗ് എൻറ്റിറ്റി പറയുന്നവരാണ് ഡേറ്റ ഫ്യൂഡേഷറി. അദ്ദേഹമായിരിക്കും കൺസെന്റ് മാനേജറായിട്ട് ആക്ട് ചെയ്യുന്നത്. നമുക്ക് ഈ പറഞ്ഞ പോലെ കൺസെന്റ് നമ്മളോട് ചോദിച്ച് മെസ്സേജ് അയക്കുന്നു, ആ ഒരു ഡേറ്റ ഫ്യൂഡേഷറി തന്നെയായിരിക്കും. ഇനി സെൻട്രൽ ഗവൺമെന്റ് may notify any data fiduciary or a class of data fiduciaries as significant data fiduciaries. അതായത് ഇവിടെ ഇന്ത്യയിലെ ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ട് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ബൾക്ക് ഡാറ്റ കളക്ട് ചെയ്യുന്ന ഡാറ്റ ഫിഡേഷറി വേണമെങ്കിൽ ഗവൺമെന്റ് എന്ത് പേര് വിളിക്കാൻ സാധിക്കും, നോട്ടിഫൈ ചെയ്യാം ആസ് ഡാറ്റ ഫിഡേഷറി, ആസ് എ സിഗ്നിഫിക്കന്റ് ഡാറ്റ ഫിഡേഷറി ആയിട്ടും ഗവൺമെന്റ് വേണമെങ്കിൽ ക്ലാസിഫൈ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾക്ക് ഓൺ ദ ബേസിസ് ഓഫ് ഹൗ മച്ച് സിസ്റ്റമാറ്റിക്കലി ഈ സിഗ്നിഫിക്കന്റ് ഡാറ്റ ദേ ആർ കളക്ടിങ്. ഓക്കെ, അത് പ്രകാരം ഈ പറഞ്ഞ സിഗ്നിഫിക്കന്റ് ഡാറ്റ ഫിഡേഷറി ആയിട്ട് ഗവൺമെന്റ് അവരെ ക്ലാസിഫൈ ചെയ്യാനായിട്ടും സാധിക്കും. ഇനി ഈ പറഞ്ഞ പോലെ റൂൾസിനകത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇപ്പം പുറത്ത് വന്നിട്ടുള്ള ഈ റൂൾസിനകത്ത് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കണം. ഇത് പ്രകാരം ഡാറ്റ ട്രാൻസ്ഫറിനെ കുറിച്ച് പറയുന്നുണ്ട്. ദ റൂൾസ് അലോ ദ ട്രാൻസ്ഫർ ഓഫ് സർട്ടൻ പേഴ്സണൽ ഡാറ്റ ഔട്ട്സൈഡ് ഇന്ത്യ ആസ് അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ്. അതായത് ഇന്ത്യയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു ഡാറ്റ ആണെങ്കിൽ ഗവൺമെന്റിന്റെ അനുവാദത്തോടുകൂടി വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആ ഡാറ്റ പുറത്തേക്ക് കൊടുക്കാൻ പറ്റും, ട്രാൻസ്ഫർ ചെയ്യാം എന്നുള്ളതും ഇതിനകത്ത് പറയുന്നുണ്ട്. ഇനി രണ്ടാമതായിട്ട് സിറ്റിസൺസ് ഓഫ് ദ കോർ, എപ്പോഴും പറഞ്ഞാൽ അതിന്റെ കോർ ആയിട്ടുള്ള ആരുടെ സംരക്ഷണമാണ് ഉദ്ദേശിക്കുന്നത്, സിറ്റിസൺസിന്റെ ഡാറ്റയാണ് ഇതിനകത്ത് സംരക്ഷിക്കേണ്ടതായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട്
ഈ പറഞ്ഞ രീതിയിൽ ഇ കൊമേഴ്സ് സ്ഥാപനങ്ങൾക്കും ഒക്കെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക കൺസെന്റും കാര്യങ്ങളും വാങ്ങി മാത്രമേ അവരുടെ ഡേറ്റാസ് ഒക്കെ തന്നെ പ്രോസസ് ചെയ്യാൻ പാടുള്ളൂ. ഇനി മൂന്നാമത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഡേറ്റ ഇറേഷനുമായിട്ട് ബന്ധപ്പെട്ട, അതായത് ഡേറ്റ എത്ര നാൾ അവരുടെ സെർവറിൽ ഉണ്ടാകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ് ടു 3 ഇയേഴ്സ് ആണ്. ഓക്കെ, 3 വർഷം വരെ അവരുടെ ഡേറ്റ ഉണ്ടാവും. അത് കഴിയുമ്പോഴേക്ക് ആ ഡേറ്റ ഈ പറഞ്ഞ പോലെ മായ്ച്ചു കളയണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഈ ഒരു എന്താ പറയുക ലാസ്റ്റ് ഇന്ററാക്ഷൻ, കസ്റ്റമറുമായിട്ട് ബന്ധപ്പെട്ട ലാസ്റ്റ് ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ആ ഡേറ്റ പ്രിൻസിപ്പിൾ എഫക്റ്റീവ് റൂൾ വന്നിരിക്കും. നമ്മുടെ നാട്ടിൽ പറയുകയാണെങ്കിൽ എഫക്റ്റീവ് റൂൾ നിലവിൽ വന്നിട്ടില്ല. ആ റൂൾ വന്നതിന് ശേഷം എന്നാണ് ലേറ്റർ ആയിട്ട് അത് വെച്ചിട്ടാണ് 3 വർഷം കൗണ്ട് ചെയ്യപ്പെടുന്നത്. അപ്പൊ 3 ഇയേഴ്സ് ആണ് ഡേറ്റ ഇറേഷന്റെ കാര്യങ്ങൾ എന്നുള്ള കാര്യം ഓർക്കുക. ഈ ഡേറ്റ ഇറേസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പാകെ 48 മണിക്കൂർ മുമ്പാകെ ഈ പറഞ്ഞ പോലെ ആ ഒരു ഡേറ്റ ഫ്യൂഡേഷറി, ഡേറ്റ കളക്ട് ചെയ്ത വ്യക്തി ഡേറ്റ പ്രിൻസിപ്പൽ, ഡേറ്റ ഓണറിന് മെസ്സേജ് കൊടുത്തിരിക്കണം എന്നുള്ളതും ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇനി നമുക്കിത് ഡ്രാഫ്റ്റ് ആയതുകൊണ്ട് പറയാൻ പറ്റത്തില്ല ഇത് ഫൈനലൈസ് ആവുക എന്നുള്ള കാര്യം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ബേസിക്കലി ബിക്കോസ് ഇത് ഫൈനലൈസ് ആയതിനു ശേഷം നമുക്ക് വീണ്ടും വാർത്തയിൽ വരുമ്പോൾ കൃത്യമായിട്ട് നോട്ടിഫൈ ചെയ്യും. ഓക്കെ, സോ ഇത്രയാണ് ഈ ഒരു ആർട്ടിക്കിളിൽ നമുക്ക് പഠിക്കാനായിട്ട് ഉണ്ടായിരുന്നത്. ഇനി നമ്മുടെ മൂന്നാമത്തെ ആർട്ടിക്കിളാണ്, ഫിലിംസിൽ ബേസ്ഡ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ്. ബാക്ടീരിയ ഗ്രേവ് ടോക്സിൻസ് ആണ്. അതായത് കുറച്ച് റിസർച്ചേഴ്സ്, IIT ബോംബെയിലെ കുറച്ച് റിസർച്ചേഴ്സ് ചേർന്നിട്ട് രണ്ട് ഈ പറഞ്ഞ ബാക്ടീരിയസിനെ ഐഡന്റിഫൈ ചെയ്തിരിക്കുകയാണ്. നോണാസ് സ്യൂഡോമോണാസ് ആൻഡ് അസിനോബാക്ടർ. ഈ രണ്ട് ബാക്ടീരിയസിനെ കുറിച്ചുള്ള ഒരു പഠനമാണ്. ബിക്കോസ് ദേ ഹാവ് ഗ്രേറ്റ് പൊട്ടൻഷ്യൽ അഗ്രികൾച്ചർ. ഇത് ഇവിടെ ചോദിക്കാൻ പറഞ്ഞാൽ റീസെന്റ് സീൻ ന്യൂസ് സ്യൂഡോമോണാസ് ആൻഡ് അസിനോബാക്ടർ എന്ന് പറഞ്ഞിട്ട് ഇതേക്കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് പ്രതീക്ഷിക്കാം. ഈ ഒരു ബാക്ടീരിയ ബേസിക്കലി ഈ പറഞ്ഞ പോലെ ഹെൽപ്ഫുൾ ആയിട്ട് മാറാം എന്നുള്ളതാണ് പറയപ്പെടുന്നത്. വേറൊന്നും കൊണ്ടല്ല, ദേ ഹാവ് ദ എബിലിറ്റി ടു ബ്രേക്ക് ഹാർംഫുൾ അരോമാറ്റിക് കോമ്പൗണ്ട്സ്. ലൈക്ക് ഈ പറഞ്ഞ പോലെ സോയിലിൽ നമ്മൾ ഈ പറഞ്ഞ ഇൻസെക്ടിസൈഡ്സിലൂടെയും ഹെർബിസൈഡ്സിലൂടെയും ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസിലൂടെയും ഒക്കെ തന്നെ ഈ പറഞ്ഞ പോലെ മണ്ണിലേക്ക് കലരാൻ ചാൻസ് ഉള്ള അരോമാറ്റിക് ഹാർംഫുൾ കമ്പോണൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ രണ്ട് ബാക്ടീരിയസിനുണ്ട് എന്നുള്ളതാണ് റിസർച്ച് കണ്ടെത്തിയിരിക്കുന്നത്. ആ ഒരു അരോമാറ്റിക് കമ്പോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നാഫ്തലിൻ ആകാം, ബെൻസോയേറ്റ് ആകാം, ഫെലൈറ്റ്സ് ആകാം. ഓക്കെ, ഇത് വെച്ചിട്ട് ചോദിക്കാം റീസെന്റ് സീനോസ് നാഫ്തലിൻ ബെൻസോയേറ്റ് ആർ യൂസ്ഡ് ഫോർ, ഇങ്ങനെ ചോദിച്ചിട്ടുള്ളതാണ്, ഫിലിംസിന് പണ്ട് ചോദിച്ചിട്ടുള്ളതാണ്. ദേ ആർ യൂസ്ഡ് ഫോർ കോസ്മെറ്റിക്സിനകത്ത് ഉപയോഗിക്കാറുണ്ട്, ടെക്സ്റ്റൈൽസിന് ഉപയോഗിക്കാറുണ്ട്, ഫുഡ് പ്രിസർവേറ്റീവ്സിനകത്തും പെസ്റ്റിസൈഡ്സിനകത്തും ഒക്കെ ഉപയോഗിക്കുന്നവയാണ് ഈ അരോമാറ്റിക് കമ്പൗണ്ട്സ് ആയ നാഫ്തലിൻ, ബെൻസോയേറ്റും ലൈറ്റ്സും പറയുന്നത്. ഇവ ഫുഡ് പ്രിസർവേറ്റീവ്സിനകത്തും ടെക്സ്റ്റൈൽസിനകത്തും കോസ്മെറ്റിക്സിനകത്തും പെസ്റ്റിസൈഡ്സിന് ഉപയോഗിക്കുന്ന കാര്യം ഓർക്കാം. ഇവ പക്ഷേ സോയിലിൽ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ്. ബിക്കോസ് സോയിലിൽ ഇവ നിന്ന് കഴിഞ്ഞാൽ സീഡ് ജെർമിനേഷൻ തടയും, പ്ലാന്റ് ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യും. അതുപോലെ തന്നെ പോയിസണും, പ്ലാന്റ്സ് ഈ പറഞ്ഞ പോലെ പോയിസൺ ഒക്കെ ആകാനുള്ള ചാൻസുകൾ വളരെ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ആ പോയിസൺ ഈ പറഞ്ഞ പോലെ പ്ലാന്റ്സിനകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അത് ഭക്ഷിക്കുന്ന നമ്മളിലേക്കും അത് കയറി ചെല്ലാനുള്ള ചാൻസസും വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആ ഒരു അരോമാറ്റിക് കമ്പോണൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് അത് പ്ലാന്റ്സിന് പൊട്ടൻഷ്യൽ യൂസ്ഫുൾ ആവുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ബാക്ടീരിയസ് ആണ് സ്യൂഡോമോണാസും അസിനോബാക്ടറും എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ഒരു പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് പഠിക്കാനുള്ള ആർട്ടിക്കിളായിട്ട് കരുതിയാൽ മതി. അതിനകത്ത് അരോമാറ്റിക് കമ്പോണൻസ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്ന കാര്യം നോക്കണം. ഞാൻ ഈ പറഞ്ഞ കാര്യം, അതായത് കോസ്മെറ്റിക്സ്, ടെക്സ്റ്റൈൽസ്, ഫുഡ് പ്രിസർവേറ്റീവ്സ്, പെസ്റ്റിസൈഡ്സ്. ഇവ മൂലം ഈ പറഞ്ഞ സോയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങൾ തടയാനായിട്ട് ഈ പറഞ്ഞുള്ള ഒരു രണ്ട് ബാക്ടീരിയസ് ആണ് സ്യൂഡോമോണാസും അസിനിട്ടോ ബാക്ടർ എന്ന് പറയുന്നത്. ഇത്രയും കാര്യം ഈ ഒരു ആർട്ടിക്കിളിൽ നിന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി നമ്മൾ ലാസ്റ്റ് ആർട്ടിക്കിളാണ് കുംഭമേളയുമായിട്ട് ബന്ധപ്പെട്ട്. അതായത് ഈ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ ഒരു വാർത്തയൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരുപാട് ഈ കുംഭമേളയുമായിട്ട് ബന്ധപ്പെട്ട പരസ്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് അപ്കമിംഗ് പ്രിലിംസിന് നല്ല ഇമ്പോർട്ടന്റ് ആയി മാറിയേക്കാവുന്ന ഒരു ടോപ്പിക് കൂടിയാണ്. ബിക്കോസ് കുംഭമേള എന്ന് പറയുന്നത് എല്ലാ 3 വർഷം കൂടുമ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നതാണ്. പക്ഷേ മഹാകുംഭമേള എന്ന് പറയുന്നത് എല്ലാ 12 വർഷം കൂടുമ്പോഴാണ് നടത്തപ്പെടുന്നത്. അപ്പോൾ ഈ വർഷം എന്ന് പറയുന്നത് മഹാകുംഭമേളയുടെ ഒരു സമയം കൂടിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അത്ര സിഗ്നിഫിക്കൻസ് ഉണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ പ്രിലിംസിനുമായിട്ട് ബന്ധപ്പെട്ട്. സോ എനിവേ നമുക്ക് കൃത്യമായിട്ട് നോക്കാം. സോ മഹാകുംഭമേള എന്ന് പറയുന്നതിനകത്ത് ഈ പറഞ്ഞ പോലെ Kumbh is the world's largest peaceful gathering ആണ്. Draws millions of pilgrims who bathe at sacred rivers seeking to purify themselves from sins and attain spiritual liberation. അപ്പോൾ മഹാകുംഭമേള എന്ന് പറയുന്നത് 12 വർഷം കൂടുമ്പോഴാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു. കുംഭമേള എന്ന് പറയുന്നത് എവറി 3 ഇയേഴ്സ് ആണ്. 3 ഇയേഴ്സ് കൂടുമ്പോഴാണ് കുംഭമേള നടത്തുന്നത്. മഹാകുംഭമേള ഇതിന്റെ 4ാം തവണയായ 12 വർഷം കൂടുമ്പോഴാണ് നടത്തപ്പെടുന്നത്. ഇത് ഈ കുംഭമേള എന്ന് പറയുന്നത് നോർമൽ കുംഭമേള എന്ന് പറയുന്നത് ഇന്ത്യയിലെ 4 പ്രധാനപ്പെട്ട ലൊക്കേഷൻസിലാണ് നടത്തപ്പെടാറുള്ളത്. ഹരിദ്വാർ, ഉജ്ജയിൻ, നാസിക് ആൻഡ് പ്രയാഗ്രാജ്. ഇതിൽ മഹാകുംഭമേള നടക്കുന്ന പ്രയാഗ്രാജ്, അലഹബാദിലെ പ്രയാഗ്രാജിലാണെന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെച്ചേക്കും. നോർമലി കുംഭമേള നടക്കുന്ന 4 പ്രധാന ലൊക്കേഷൻസ് ഉണ്ട്: ഹരിദ്വാർ, ഉജ്ജയിൻ, നാസിക് ആൻഡ് പ്രയാഗ്രാജ്. ഇതിൽ പ്രയാഗ്രാജിലാണ് മഹാകുംഭമേള നടക്കുന്നത്. ഇനി നമുക്ക് ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെ കണക്ട് ചെയ്ത് പഠിക്കണം. ലൈക്ക് ഈ 4 പ്രധാനപ്പെട്ട ലൊക്കേഷൻസിലൂടെ ഒഴുകുന്ന നദികളെ കുറിച്ചിട്ട്. ഓക്കെ, ഇതിൽ ഹരിദ്വാർ എന്ന് പറയുമ്പോൾ ഗംഗാ തീരത്തിലായിട്ട് വരും. ഉജ്ജയിൻ എന്ന് പറയുന്നത് ക്ഷിപ്ര നദിയുടെയും, നാസിക് ഗോദാവരി നദിയുടെയും, അതേപോലെ പ്രയാഗ്രാജിൽ വെച്ചിട്ടാണ് ഈ പറഞ്ഞ പോലെ ഗംഗ
ഗംഗ, യമുന, അതുപോലെ തന്നെ സരസ്വതി ഒക്കെ ആണെങ്കിലും കൂടിച്ചേരുന്നത്. അപ്പൊ അത് ഓർത്തിരിക്കണം. അപ്പം ടീംസിന്റെ പെർസ്പെക്ടീവിൽ ജോഗ്രഫി റിലേറ്റഡ് ആയിട്ടും ഈ കാര്യം ഓർത്തിരിക്കണം. കുംഭമേള നടക്കുന്ന 4 ലൊക്കേഷൻസ് ഹരിദ്വാർ, ഉജ്ജയിൻ, നാസിക്, പ്രയാഗ്രാജ്. ഇതിലെ ഓരോ ഈ നദികളുടെ തീരത്താണ് ഇവയുള്ളത്. ഹരിദ്വാർ എന്ന് പറയുമ്പോഴേക്കും ഗംഗയുടെയും, ഉജ്ജയിൻ ക്ഷിപ്രയുടെയും, നാസിക് ഗോദാവരിയും, ഈ പ്രയാഗ്രാജിൽ വെച്ചിട്ടാണ് ഈ ഗംഗ, അതുപോലെ തന്നെ യമുന ആൻഡ് ഈ പറഞ്ഞ പോലെ സരസ്വതി കൂടിച്ചേരുന്നത്. ആ പ്രയാഗ്രാജിൽ വെച്ചിട്ടാണ് മഹാകുംഭമേള നടക്കുന്നത്. ഇനി ഈ പറഞ്ഞ പോലെ കുംഭമേളയെ സംബന്ധിച്ച് യുനെസ്കോയുടെ ഹെറിറ്റേജ് പദവി കിട്ടിയിട്ടുള്ളവയാണ്. 2017 യുനെസ്കോയുടെ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് ഹ്യൂമാനിറ്റി പദവി കുംഭമേളയ്ക്ക് ലഭിക്കുന്നത്. അപ്പൊ അതും പ്രിലിംസിന് കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കുക. സ്റ്റാൻഡ്സ് എസ് എ ടെസ്റ്റമെന്റ് ടു സർവൈവൽ ആൻഡ് ഇവല്യൂഷൻ ഓഫ് ഏൻഷ്യൻ ട്രഡീഷൻസ് ഇൻ ആൻ എറ ഓഫ് മോഡേണൈസേഷൻ. ഈവൻ ഡൽഹി സുൽത്താനായിട്ട് ആ ഒരു കാലഘട്ടം ഒക്കെ ആയിട്ട് മുഗൾസ് ഒക്കെ ആയിട്ട് കണക്ഷൻ ഈ ഒരു വിജയനഗര എംപയർ ഒക്കെ ആയിട്ട് ഈ ഒരു കുംഭമേളയ്ക്ക് കണക്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഹിസ്റ്ററിക്കലും അതുപോലെ കൾച്ചറലുമായിട്ട് ബന്ധപ്പെട്ട പ്രത്യേകതകളുണ്ട്. അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഓർത്തിരിക്കണം. മഹാകുംഭമേളയാണെങ്കിലാണ് 12 വർഷം. നോർമലി കുംഭമേള എന്ന് പറയുന്ന 3 വർഷം കൂടുമ്പോഴാണ്. ആൻഡ് ഈ 4 ലൊക്കേഷൻസിലായിട്ട് മഹാകുംഭമേള നടക്കുന്നത് എവിടെയാണ്? പ്രയാഗ്രാജിലാണ്, അലഹബാദിലെ പ്രയാഗ്രാജിലാണെന്നുള്ള കാര്യം കൂടി കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കാം. ഇത്രയാണ് ഈ ഒരു ആർട്ടിക്കിളിൽ നിന്ന് ഫിലിംസ് പെർസ്പെക്ടീവിൽ പഠിക്കാനായിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ ലാസ്റ്റത്തെ ആ ഒരു ഫിലിംസ് ക്വസ്റ്റ്യൻ ആണ്. ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട് 2023 ബന്ധപ്പെട്ട് 2 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ. വളരെ എളുപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ സ്റ്റേറ്റ്മെന്റ്സ് വായിച്ചിട്ട് അതിന്റെ ആൻസർ കൃത്യമായിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാം ക്ലിയർ എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.